സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 എൻജിനീയറിംഗ് ബി ഫാം ഓപ്ഷൻ എൻട്രി സമയത്ത് ചിലരെ സംശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് സിയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എൻട്രിയുടെ നോട്ടിഫിക്കേഷനിൽ അവൻ്റെ ഏകദേശം അവസാനത്തേക്ക് കോളേജ് ലിസ്റ്റ് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഇത്തവണ അതായത് ഒന്നാമത്തെ ഈ ഓപ്ഷൻ എൻട്രിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടി മാത്രം കുറച്ച് കോളേജുകൾ കൊടുക്കുകയാണ്. അത് കിട്ടിയിട്ടില്ല എങ്കിൽ ബാക്കി കോളേജുകൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് കൊടുക്കാം എന്ന് ഉദ്ദേശിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ പങ്കെടുക്കുന്നില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് മുതൽ എനിക്ക് പങ്കെടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന ഈ 2 ചോദ്യവും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. അതിൻ്റെ ഉത്തരമാണ് ഈ ഒന്നാമത്തെ അണ്ടർലൈനിൽ കാണിക്കുന്നതും നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് കാണിച്ചിരിക്കുന്ന അണ്ടർലൈൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ദിസ് ഫേസ് കനോട്ട് ബി രജിസ്റ്റേർഡ് afresh in the second phase of allotment. Hence, candidates should register all available options of engineering courses in which they wish to get admission. എൻജിനീയറിങ്ങിനും ബി ഫാമിനും ഇത് ബാധകമാണ്. അതായത് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കാണുന്ന ഓപ്ഷൻസ് ഇനി അടുത്ത ഘട്ടത്തിൽ കാണില്ല. അടുത്ത ഘട്ടത്തിൽ അപ്പോൾ ഏത് ഓപ്ഷൻസാണ് ഉണ്ടാവുക? രണ്ടാമത്തെ ഇതിൽ മാത്രം വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലർ ഇപ്പോൾ കൊടുക്കുന്നില്ല, രണ്ടാമത്തേൽ കൊടുക്കാമെന്ന് പറയുന്നു. അത് തീരുമാനം എത്ര മണ്ടത്തരാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഏതെങ്കിലും കോളേജ് അവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ കോഴ്സ് ലഭിച്ചിട്ടോ ആ ഫേസിലേക്ക് വന്നാൽ മാത്രം ആ കോളേജിലേക്ക് മാത്രം നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. ബാക്കി പറയുന്ന ഒറ്റ കോളേജും അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് കാണില്ല. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഓപ്ഷൻ കൊടുക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഫേസ് ആയതുകൊണ്ട് തന്നെ ഈ കോളേജുകളൊന്നും ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ കാണുന്ന കോളേജുകളൊന്നും അവിടെ ആദ്യമായിട്ട് കൊടുക്കുന്നവർക്ക് കാണില്ല. ഇനി ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകൾ മാത്രം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ മാത്രം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് കോളേജുകൾ മാത്രം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ സെക്കൻഡ് ഫേസിൽ കൊടുക്കാം എന്ന് ഉദ്ദേശിക്കുന്നവർക്കും ഈ ഇത് ബാധകമാണ്. അതായത് സെക്കൻഡ് ഫേസിൽ നിങ്ങൾ ഈ പറയുന്ന കോളേജുകളൊന്നും അപ്പോൾ കാണില്ല. നിങ്ങൾ ഏതൊക്കെ കോളേജുകളിലേക്കാണോ ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആ കോളേജുകൾ മാത്രമേ സെക്കൻഡ് ഫേസിൽ നിങ്ങളുടെ ലോഗിൻ പേജിൽ കാണുകയുള്ളൂ. ഒപ്പം നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോളേജുകൾ ആ സ്പേസിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ചില കോളേജുകൾക്ക് ഇപ്പോഴും കോഴ്സിന് അംഗീകാരം കിട്ടിയിട്ടില്ല. ആ അംഗീകാരം കിട്ടുന്നത് ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എൻട്രി കഴിഞ്ഞ ശേഷമായിരിക്കും അംഗീകാരം കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എൻട്രിയിലേക്കായിരിക്കും അത് വരുന്നത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിലേക്കായിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ആ കോളേജുകളിലേക്ക് കൂടി ഓപ്ഷൻ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ പ്രോസസ്സിൽ അങ്ങനെ ഒരു കോളേജും വരാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് ഓപ്ഷൻ എൻട്രി അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കൊടുത്തില്ല, അത് വളരെ കുറച്ച് കോളേജുകൾ മാത്രം കൊടുത്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരട്ടെ അപ്പം ബാക്കി കൊടുക്കാം, ഇതെല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം ബാക്കി കൊടുക്കാം എന്ന് കാത്തു നിന്നവർക്ക് പിന്നീട് കോളേജുകൾ കാണാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവർ ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള അത്രയും കോളേജുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ പോകും, ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പോകും എന്ന് കരുതുന്ന കോളേജുകളിലേക്കൊക്കെ ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ അണ്ടർലൈൻഡ് കാര്യം നോക്കുക. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ഫയൽ ഓപ്ഷൻസ് ടു ദ കോളേജസ് ടു വിച്ച് ദേ ആർ ഷുവർ ടു ജോയിൻ ആൻഡ് കണ്ടിന്യൂ സ്റ്റഡീസ് ഇഫ് അലോട്ടഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ഓപ്ഷൻസ്. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പെനാൽറ്റി ഉണ്ട് എന്നുള്ളത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കോഴ്സുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ
ആവശ്യമില്ലാത്ത കോളേജുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോയിട്ടില്ല എങ്കിൽ പെനാൽറ്റി അടക്കേണ്ടി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ എത്രയാണോ നിങ്ങൾ ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും പെനാൽറ്റി ആയിട്ട് ഇപ്പോൾ ഈടാക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രിയുടെ ബാക്കി ഫേസുകളിലൊന്നും ഇപ്പോൾ പങ്കെടുക്കാനും സാധിക്കില്ല. അതായത് പോയിട്ടില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഫീസ് അടക്കേണ്ടത് മാത്രമേ ഉള്ളൂ, ടോക്കൺ ഫീസ് അടക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ടോക്കൺ ഫീസ് എന്താണ്, എത്രയാണെന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതിൽ പലരും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ ടോക്കൺ ഫീസ് അടക്കാതിരുന്നാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒന്ന് പുറത്താവും. ഒപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി അടച്ചിരിക്കുന്ന സംഖ്യ എത്രയാണോ ആ സംഖ്യയും നഷ്ടമാവും. മൂന്നാമത്തെ ഒരു അണ്ടർലൈൻ ചെയ്ത കാര്യം നോക്കുക. ദ കാൻഡിഡേറ്റ്സ് ഹൂസ് റിസൾട്ട്സ് applications have been withheld due to various reasons can also register their online options for allotment. But the options submitted by such candidates will not be considered for allotment unless they verify or clear the defects before 3 p.m. on 3rd August 2024. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ റിസൾട്ട് വിത്ത്ഹെൽഡ് ആണെങ്കിലും എന്തെങ്കിലും കാരണത്താൽ റിസൾട്ട് വിത്ത്ഹെൽഡ് ആണെങ്കിലും റാങ്ക് കാണുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഓപ്ഷൻ നൽകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ റിസൾട്ട് 3-ാം തീയതി ഓഗസ്റ്റ് 3 ഉച്ചയ്ക്ക് 3 മണിക്കകം ഈ റിസൾട്ട് റിലീസ് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചില്ല എങ്കിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ പിന്നീട് ഒട്ടും പരിഗണിക്കില്ല. അതായത് റിസൾട്ട് വിത്ത്ഹെൽഡ് ആണെങ്കിൽ പിന്നീട് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ആ ഇതിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഉണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ ഒട്ടും പരിഗണിക്കില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ എങ്കിലും അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അതായത് ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് അത് പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മെമ്മോ ക്ലിയർ ചെയ്ത് വേഗം റിസൾട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുക. റിസൾട്ട് റിലീസ് ചെയ്യാനുള്ള നടപടികൾ അങ്ങനെ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. സീഡ് ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ റിസൾട്ട് നിങ്ങളുടെ റാങ്ക് റിലീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓപ്ഷൻ എൻട്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ പിന്നീട് നിങ്ങൾ ഓപ്ഷൻ എൻട്രി കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ 5-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അതിൽ ഇങ്ങനെ മാറ്റം വരേണ്ടിയിരുന്നു, അന്ന് അത് അറിഞ്ഞില്ല എന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റുകൾ വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഇത് വീണ്ടും ഉണർത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.